to our channel again. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മാത്തമാറ്റിക്സ് പാർട്ട് 5 ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത വ്യത്യസ്ത ഛേദങ്ങളുള്ള ഭിന്നസംഖ്യകളുടെ സങ്കലനം, അംശം ഒന്നല്ലാതെ ഛേദം വ്യത്യസ്തമായ ഭിന്നസംഖ്യകളുടെ തുക കാണുന്ന കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. വ്യത്യസ്തങ്ങളായ ചില ഉദാഹരണങ്ങളും ചില പ്രോബ്ലംസ് നമ്മൾ ഇതിനകത്ത് പറയുന്നു. ഇതിനകത്ത് നമ്മൾ ഭിന്നസംഖ്യകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം പറഞ്ഞ് ആ ചാപ്റ്റർ, ബേസിക് ചാപ്റ്റർ ഇവിടെ തീരും. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ 4/7 + 3/11. അപ്പോൾ അത് A/B അധികം C/Dയുടെ മോഡലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. A/B അധികം C/D എന്ന് പറഞ്ഞാൽ നമുക്കറിയാം BDയിൽ AD + BC. ശ്രദ്ധിക്കുക, B/D BDയിൽ A/D AD അധികം B/C. അത് പ്രകാരം 7/11 11ൽ 4/11 + 7/3. അപ്പോൾ 4/11 അധികം 7/3. അപ്പോൾ 7/11 77, 4/11 44, 7/3 21. 44 24 ഒന്നും കൂടെ കൂട്ടുക, 4 1 5, 4 2 65/77, 65/77. മറ്റൊരു എക്സാമ്പിൾ നിങ്ങളിവിടെ നോക്കുക. 3/8 അധികം 5/12. ഇവിടെ ശ്രദ്ധിക്കുക, 8 × 12ൽ 3 × 12 അധികം 8 × 5 അല്ലെങ്കിൽ 8 × 5, 3 × 12 അധികം 8 × 5 ഡിവൈഡഡ് ബൈ 8 × 12. അപ്പോൾ 8 × 12 12 8s are 96, 12 96, 96ൽ 13 36, 36 അധികം 8 5 40. അടുത്ത സ്റ്റെപ്പിൽ 76/96. ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് 96 76ൽ പൊതുവായ ഘടകങ്ങൾ. ഈ ആൻസർ നമ്മൾക്ക് സിംപ്ലിഫൈ ചെയ്യാം, ഇതിനെ ലഘൂകരിച്ചെഴുതാം. നമുക്കറിയാം, ഇതിനെ ലഘൂകരിച്ചെഴുതുമ്പോൾ 2 കൊണ്ട് ഇതെങ്ങനെ ലഘൂകരിക്കുന്നതെന്ന് ഇവിടെ കാണിക്കുക. 76/96 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 76ന്റെ പകുതി 38 ആണ്, 96ന്റെ പകുതി 48 ആണ്. അപ്പൊ 38/42 നമുക്കറിയാം. ആ സംഖ്യ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 38 2 കൊണ്ട് ഇരിക്കുമ്പോൾ 19, 40 2 കൊണ്ട് ഇരിക്കും 24. 24ൽ 19 ആണ് ഇതിന്റെ സിംപ്ലിഫൈഡ് ആൻസർ, 19/24. ശ്രദ്ധിക്കുക, ഇവിടെ 96ൽ 76 എഴുതിയ പ്രോബ്ലം ഇല്ല. പക്ഷെ നമ്മുടെ ചില ചാപ്റ്റർ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ 76/96 എന്ന് എഴുതിയാൽ ഉത്തരം പൂർണ്ണമാകുന്നില്ല. ആ സാഹചര്യത്തിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഏറ്റവും വലിയ സംഖ്യകൾ കൊണ്ട് ഹരിച്ച്, പൊതുവായ ഘടകം കൊണ്ട് ഹരിച്ച് നമ്മൾ ചെറുതാക്കി എഴുതണം. ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ ഷുഡ് ബി ഡിവൈഡഡ് ബൈ ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. Then we will get the shortest form of the fraction. That will be the answer. അത് ചെയ്യാനുള്ള ഒരു രീതിയാണ് ഇവിടെ കാണിച്ചത്. 76ലും 96ലും പൊതുവായിട്ട് 4 ഉണ്ട്. 76 4 കൊണ്ടിരിക്കുമ്പം 19 19, 96 4 കൊണ്ട് 24. അങ്ങനെ വലിയ സംഖ്യ കൊണ്ട് ഒറ്റയടിക്ക് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അംശത്തെയും ഛേദത്തെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിന്റെയും നിങ്ങൾ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് പറ്റിയാൽ 3 കൊണ്ട് നോക്കുക. അത് കഴിഞ്ഞ് 5 കൊണ്ട് നോക്കുക, 7 കൊണ്ട് നോക്കുക. അങ്ങനെ ഇനി ഒറ്റയടിക്ക് ചിലപ്പോൾ ഉദാഹരണത്തിന് 16 കൊണ്ട് ഒറ്റയടിക്ക് ഹരിക്കാൻ പറ്റില്ല. അങ്ങനെ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം കിട്ടും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റിയത്? ഇവിടെ സിംപ്ലിഫിക്കേഷൻ സാധിക്കുകയല്ല, ഇവിടെ സിംപ്ലിഫിക്കേഷൻ സാധിക്കും. എന്തുകൊണ്ട്? ശ്രദ്ധിക്കുക, ഇവിടെ 7ഉം 11 they are two prime numbers, they have no common factors. ഇവിടെ 7ഉം 11 2 പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യയാണ്. അതിന് പൊതുവായ ഘടകങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഉത്തരം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇവിടെ 8 12 എന്ന് പറയുന്നത് ആ 2 സംഖ്യകൾക്കും, ഛേദങ്ങളായ 2 സംഖ്യകൾക്കും പൊതുവായ ഘടകമുണ്ട്. 8ലും 12ലും പൊതുവായിട്ട് 4 അടങ്ങും. അതുകൊണ്ട് 8ന്റെയും 12ന്റെയും കോമൺ ഫാക്ടർ 4 ആയതുകൊണ്ട് ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നാൽ ഇതേ കണക്ക് ഈ സൂത്രം ഉപയോഗിച്ച് ചെയ്ത പോലെ ഇതേ പ്രോബ്ലം നമുക്ക് LC ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ ഇതിന്റെ ഓരിട്ട ഒരു രീതി ഞാൻ കാണിക്കുന്നു, ശ്രദ്ധിക്കുക. ആ കണക്ക് വേറെ രീതിയിൽ LCM ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്.
ആ പ്രോബ്ലത്തിൻ്റെ മറ്റൊരു മോഡലാണ് പറയുന്നത്. 3/8 അധികം 5/12 ആണെങ്കിൽ LCM കാണുന്നു. അപ്പോൾ 8, 12 രണ്ട് ഫാക്ടർ, അപ്പം 7 3 ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 21 ആണ്. 4 5 LCM, ഇതിൻ്റെ പ്രൊഡക്റ്റ് 20 ആണ്. കാരണം കോമൺ ഫാക്ടർ ഇല്ലാതെ വരുമ്പോൾ രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റ് ആണ് LCM, ഗുണനഫലമാണ് LCM. അത് നമുക്ക് പ്രത്യേകിച്ച് എഴുതി കാണേണ്ട ആവശ്യമില്ല. അത് തമ്മിൽ ഗുണിച്ചാൽ 7ന്റെ 3ന്റെ LCM 7 × 3 21 ആണ്. 7ന്റെ 5ന്റെയും LCM ലസാഗു എന്ന് പറയുന്നത് 7 × 5 35 ആണ്. 11ന്റെ 7ന്റെയും രണ്ടിനും കോമൺ ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് രണ്ട് പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ ആയതുകൊണ്ട് 11 77 ആണ് LCM. അവിടെ നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ടതില്ല, സംഖ്യകൾ ഗുണിച്ചാൽ മതി. എന്നാൽ ഇവിടെ 8, 12 എന്ന് പറയുന്ന സംഖ്യകൾക്ക് പൊതുവായ ഘടകങ്ങൾ ഉണ്ട്. അതുകൊണ്ട് LCM കാണാൻ അതിനെ പൊതു ഘടകങ്ങൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4 6 കിട്ടും. വീണ്ടും നമുക്കറിയാം 4ലും 6ലും പൊതുവായി 2 ഉണ്ട്. അപ്പോൾ ഹരിക്കുമ്പോൾ 2 3. 2ലും 3മായി പൊതുവായ ഘടകങ്ങൾ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ കിട്ടിയ ഘടകങ്ങളുടെ പ്രൊഡക്റ്റ് ആണ് LCM. അപ്പം LCM എന്ന് പറയുന്നത് 2 × 2 × 2 × 3. ശ്രദ്ധിക്കുക, 8ന്റെ 11 ലസാഗു എന്ന് പറയുന്നത് 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 3. അപ്പം 4 3 24 ലസാഗു 24. ആ ലസാഗുവിനെ നിങ്ങളിങ്ങനെ കോമൺ ഫാക്ടർ ആയിട്ട് എഴുതുന്നു. അപ്പം കോമൺ ഫാക്ടർ അല്ല, കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുന്നു. അപ്പം 24 കോമൺ ഡിനോമിനേറ്റർ ആയാൽ 8ൽ 3നെ 24ൽ ഒരു ഭിന്നസംഖ്യയായി നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. 3/8 can be changed or converted into an equivalent fraction with the denominator 24. 8ൽ 3നെ 24 ഛേദമായ ഒരു സമാന ഭിന്നമാക്കി മാറ്റുക. അതിനുവേണ്ടി 24ൽ 8 കൊണ്ടിരിക്കും 3, ആ കിട്ടുന്ന സംഖ്യയോട് 3നെ ഗുണിക്കുക. അപ്പം 3 × 3 9. ശ്രദ്ധിക്കുക, 8ൽ 3 എന്ന് പറയുന്നത് 24ൽ 9 ആണ്. 3 24 3 9. 8നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ 24 കിട്ടുന്നോ അതേ സംഖ്യ കൊണ്ട് 3നെ ഗുണിക്കണം. അത് കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞത്. 24 8 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 3, ആ 3നെ അംശം കൊണ്ട് ഗുണിക്കുക 9. 24 12 കൊണ്ട് ഹരിക്കുക 2, 2നെ 5 കൊണ്ട് ഗുണിക്കുക 10. അപ്പോൾ നമുക്ക് 19/24. ശ്രദ്ധിക്കുക, തൊട്ടു മുമ്പ് കിട്ടിയപ്പം നമ്മൾ കിട്ടിയ ആ ഒരു ഫ്രാക്ഷനെ ഭിന്നസംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഷോർട്ടസ്റ്റ് ഫോമിൽ എത്തിച്ചു. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഉത്തരത്തിലെത്തി. ഇവിടെ നമുക്ക് അംശത്തെയും ഛേദത്തെയും സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ നമുക്ക് ഒരിക്കലും ഇവിടെ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സിംപ്ലിഫൈഡ് ഫോമാണ് കിട്ടുന്നത്. ഇത് LCM കണ്ടിട്ട് ചെയ്തതാണ്. അടുത്തത് മൂന്നാമത്തെ എക്സാമ്പിൾ. ഒന്ന് 2 നമുക്ക് 2 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത 3 കഴിഞ്ഞു. നാലാമത്തെ എക്സാമ്പിൾ ഇങ്ങനെയാണ് വരുന്നത്. നോക്കുക, ഉദാഹരണത്തിന് ഇപ്പം 5 + 3/4 ഇങ്ങനെ പറയുമ്പോൾ ഒരു എണ്ണൽ സംഖ്യയുടെ ഭിന്നസംഖ്യ കൂട്ടാനോ ഒരു ഭിന്നസംഖ്യയുടെ എണ്ണൽ സംഖ്യ കൂട്ടാനോ, അല്ലെങ്കിൽ അവിടെ എണ്ണൽ സംഖ്യക്ക് പകരം ഒരു പൂർണ്ണസംഖ്യ വന്നാലും നെഗറ്റീവ് പോസിറ്റീവിൻ്റെ ക്രിയയിൽ അത് ഞാൻ പറയും. അപ്പം ഇവിടെ ഇതിനെ 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾ 5 5ന് 5/1 അധികം 3/4 എന്നാക്കുക. അപ്പം നമുക്ക് A/B അധികം C/Dയുടെ മോഡലിൽ വന്നു. 1 × 4 4 ആണ്. 5 × 4 20 ആണ്. 1 × 3 3 ആണ്. 23/4 ആണ്. അത് 5ഉം 4ൽ 3 ആണ്. ഇത് നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത്ര സ്റ്റെപ്പ് എഴുതി? 5നും 4ൽ 3 കൂട്ടി 5ഉം 4ൽ 3 ഒറ്റയടിക്ക് എഴുതാം. പക്ഷേ ഇവിടെ 5ൽ നിന്ന് കുറയ്ക്കാനാണ്. ഇവിടെ 5 അല്ല, മറിച്ച് നമ്മൾ P ഒക്കെയാണ് വരുന്നത്. ഇവിടെ P വന്നു. Pയോട് വേറൊരു ചില A/B കൂട്ടി. അപ്പോൾ Pയും A/Bയും ഒന്നിച്ച് ഇതുപോലെ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ആ റൂള് ഞാൻ വ്യക്തമായി കാണിച്ചതേ ഉള്ളൂ. അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കുക. 1/7 + 2 ആണെങ്കിൽ അപ്പോൾ നമ്മൾ 7 കോമൺ ആയിട്ട് എഴുതി. 1 അവിടെ ഉണ്ട്. ഇനി ഇവിടെ 2/1 എന്ന് നമുക്ക് എഴുതിയിട്ടും ചെയ്യാം. അല്ലെങ്കിൽ ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് 1/7 + 2 എന്ന് പറയും. 7 പൊതുവായിട്ട് എഴുതി. 1 ന്യൂമറേറ്റർ അംശമായിട്ട് എഴുതി. ഈ 2 ഇവിടെ എണ്ണൽ സംഖ്യയാണ്.
ഈ 7 കൊണ്ട് 2നെ ഗുണിച്ച് 14 എന്ന് എഴുതിയാൽ മതി. ഇപ്പം 15/7 ഒരു സ്റ്റെപ്പ് നമ്മൾ കുറച്ചു. മനസ്സിലായോ? അപ്പം 7നെ പൊതുവായിട്ട് എഴുതി, 1 ഇവിടെ എഴുതി. ഇവർ രണ്ടല്ല ഏത് സംഖ്യയാലും എണ്ണസംഖ്യ പൂർണ്ണസംഖ്യ ആണെങ്കിൽ 7നെ 2 കൊണ്ട് ഗുണിച്ച 14/7 2ആണ്. അപ്പോൾ കൂട്ടി. അപ്പോൾ 2/1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ എഴുതി ശീലിച്ച് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അടുത്തത്, എന്നാൽ പ്രിയപ്പെട്ടവരെ, 1ൽ കൂടെ 2ൽ കൂടുതൽ സംഖ്യകൾ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 1/2 പ്ലസ് 1/5 അധികം അല്ലെങ്കിൽ 2/5 പ്ലസ് 3 ഇങ്ങനെ വന്നെന്ന് വിചാരിക്കുക. ഇതൊക്കെ നമുക്ക് ഒത്തിരി കണക്ക് നമ്മുടെ പാഠഭാഗങ്ങളിലുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ബേസിക് പോയിന്റ് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ അതത് പാഠപുസ്തകം പഠിപ്പിക്കുമ്പം സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ബേസിക് ക്ലാസ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് 2 രീതി ചെയ്യാം. 2ൽ 1, 5ൽ 2, 2 രീതി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇതിനെ ആദ്യം സിംപ്ലിഫൈ ഇത് ചെയ്യുമ്പോൾ 2 10ൽ 1 5 അധികം 2 4 അധികം 3 നമ്മൾ എഴുതി. അപ്പോൾ 9/10 അധികം 3 എഴുതി. ഇനി നിങ്ങൾക്ക് 10നെ കോമൺ ആയിട്ട് എഴുതി. 9 അവിടെയുണ്ട്. 10 × 3 30. 39/10. ഒന്നുകിൽ നിങ്ങൾക്ക് 39/10 എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ വി ക്യാൻ കൺവേർട്ട് ദിസ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ടു മിക്സർ ഫ്രാക്ഷൻ. ഈ വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നമാക്കി നമുക്ക് മാറ്റാം. 39നെ 10 കൊണ്ട് ഇരിക്കുമ്പോൾ 3 10ൽ 9. ഇത് നമുക്ക് ഇവിടെ ഇതാ 39/10. അപ്പം 3 10ൽ 9 കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ 3 10ൽ 9 ഒന്നിച്ചെഴുതിയാൽ ഈ സ്റ്റെപ്പ് ആവശ്യമില്ല. അപ്പം 3 10ൽ 9 ഇവിടെ തന്നെ നേരിട്ട് 3 10ൽ 9 എന്ന് എഴുതാം. ഇനി അതിനുശേഷം ഞാനിത് സാധാരണ മറ്റൊരു കണക്ക് വന്നാൽ എയും ബിയും സിയും ഉപയോഗിച്ചുള്ള ഒരു കണക്ക് വന്നാൽ എങ്ങനെ ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് കാണിച്ചത്. അന്നേരം നമുക്ക് ഇങ്ങനെ നമ്മൾ മിശ്ര ഭിന്നത്തെ ഒരു ഇപ്പം P/Qവിനെ ഇങ്ങനെ ഒന്നും എഴുതാൻ പറ്റില്ല. ഇപ്പം NSG ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അടുത്ത് ഇനി ഇത്തരം മോഡലിന്റെ സബ്ട്രാക്ഷൻ നിങ്ങളോട് പറഞ്ഞാൽ ഈ ഭാഗം നമുക്ക് ഏകദേശം അവസാനിപ്പിക്കാനാകും. സബ്ട്രാക്ഷൻ വന്നു. അവിടെ സബ്ട്രാക്ഷൻ ഉള്ള A/B - C/D ആണ്. അത് B × D. BDയിൽ A × D AD - BC. ഇവിടെ മൈനസ് വന്നുകൊണ്ട് ഇവിടെ മൈനസ് വന്നു, അത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഇതേ മോഡലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ചിഹ്നം മാറുന്നത് മാത്രം. 3/4 - 4/7. അവിടെ 4 7 28. ഒറ്റയടിക്ക് പറയുന്ന സമയം കുറച്ച് പറയാം. 4 7 28ൽ 3 21 കുറയ്ക്കണം. 4 × 4 16. അപ്പം 5/28 കണക്ക് ചെയ്ത് കഴിഞ്ഞു. 4 × 7 28ൽ 3 × 7 21 - 4 × 4 16. അപ്പം 16 21 16/5 5/28. ഓക്കെ, അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഒരു ഉദാഹരണം പറയുന്നു. 7/10 - 4/15. 7/10 - 4/15. പെട്ടെന്ന് പറയാം. ഇവിടെ 10 × 15 10 × 15 150ൽ 15 7 105 - 10 × 4 40. ഒറ്റയടിക്ക് ഞാൻ ചെയ്ത് മുൻ ക്ലാസ്സിൽ കണ്ടുകൊണ്ടുള്ളവർ കേട്ടത് പെട്ടെന്ന് മനസ്സിലാവും. 5 10 150ൽ 15 7 105 കുറയ്ക്കാം. 10 × 4 40. 105 40 പോയി 65/150. 65/150. അപ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അഡീഷൻ ചെയ്ത പോലെ ഇവിടെ നമുക്ക് 65ലും 150ലും പൊതുവായിട്ട് 5 ഉണ്ട്. അപ്പം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13 5 65 35 150. ശ്രദ്ധിക്കുക, 65നെ 150 ചില കുട്ടികൾക്ക് സിംപ്ലിഫിക്കേഷൻ പിടിയില്ല. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററെ നിങ്ങൾ ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 65ഉം 150 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അതുകൊണ്ട് 5 കൊണ്ട് 65നെ ഹരിക്കുമ്പോൾ 13 5 65ആണ്. 150 5 കൊണ്ട് ഇരിക്കുമ്പോൾ 15ൽ 3 പ്രാവശ്യം 0. അപ്പം 30ൽ 13. ഈ കണക്ക് ഞാൻ LCM ഉപയോഗിച്ച് വേറെ രീതിയിൽ കാണിക്കാം. അപ്പം 10ൽ 7 കുറയ്ക്കണം. 15ൽ 4 ആണെങ്കിൽ 10ന്റെയും 15ന്റെയും LCM കാണുക. 5 കൊണ്ട് 25 10 3 5 15. അപ്പം LCM എന്ന് പറയുന്നത് 5 × 2 × 3 5 2 10 × 3 30 ആണ്. അപ്പം ശ്രദ്ധിക്കുക,
30-നെ നിങ്ങൾ ഇങ്ങനെ കോമൺ ആയിട്ട് പൊതു ഡിനോമിനേറ്റർ LCM പൊതുവായി ഡിനോമിനേറ്റർ എഴുതി പൊതുവായി ഛേദം എഴുതി 30-നെ 10 കൊണ്ടിരിക്കും 3 3 × 7 21 കുറയ്ക്കണം 30-നെ 5 കൊണ്ടിരിക്കും 2 24 8 21 8 പോയാൽ 13 നോക്കിക്കേ 2 ആൻസർ നിങ്ങൾക്ക് കാണാം ഇവിടെ 3 സ്റ്റെപ്പിൽ ഉത്തരം ഇവിടെ 2 സ്റ്റെപ്പിൽ ഉത്തരം ഇതറിയാമെങ്കിൽ LCM കണ്ടാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും പരിചയമുള്ളവരത് ചെയ്യുക പരിചയമില്ലാത്തവരത് ചെയ്യുക പരിചയമില്ലാത്തവര് ആദ്യത്തെ ചെയ്യുക അടുത്ത ഇനി ഇവിടെ ഞാൻ 1-2 കണക്കുകൾ പറയുന്നു മൂന്നാമത്തെ പ്രോബ്ലം 3 എന്ന് പറയുന്നത് ഉദാഹരണത്തിന് എന്താ പറയാ 3 - 2/7 ഇവിടെ നമ്മൾ ഇതിനെ 3 വേണമെങ്കിൽ 3/1 - 2/7 ഇപ്പൊ നേരത്തെ പോലെ 1 × 7 7-ൽ 3 7 21 കുറയ്ക്കണം 1 2 2 അപ്പൊ 19/7 അപ്പൊ 19 7 കൊണ്ടിരിക്കുമ്പോൾ 27 14 5 19 2ഉം 7-ൽ 5 എന്ന് മിക്സർ ഫ്രാക്ഷൻ ആക്കി മാറ്റാം 19 7 കൊണ്ടിരിക്കുക 27 14 ശിഷ്ടം 5 ആണ് അപ്പൊ 2ഉം 7-ൽ 5 അപ്പൊ 3 ൽ 7 2 കുറയ്ക്കുക ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കുറച്ചെഴുതാൻ വേറെ ഉദാഹരണം പറയാം അപ്പൊ ഇതേ ഉദാഹരണം വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാണിക്കാം ശ്രദ്ധിക്കുക ഓറിട്ട് നമ്മൾ വേറെ സ്റ്റെപ്പ് കാണിക്കുന്നു ഇപ്പം 3 കുറയ്ക്കണ 2/7 ആണെങ്കിൽ 7-നെ കോമൺ ആയിട്ട് എഴുതി 7 × 3 21 കുറയ്ക്കണം 2 അപ്പൊ നമുക്ക് 19/7 അത് നേരത്തെ പോലെ 2ഉം 7-ൽ 5 അപ്പൊ ശ്രദ്ധിക്കുക 2 രീതി നമുക്ക് ചെയ്യാം ഇതാണ് ഒരു സ്റ്റെപ്പ് കുറവ് അടുത്ത 1-ൽ കൂടുതൽ കണക്ക് വരുമ്പോൾ എങ്ങനെ ചെയ്യാം 1 2 3 4 ഓക്കെ അപ്പൊ 1-ൽ കൂടുതൽ കണക്ക് വന്നു ഉദാഹരണത്തിന് 2/3 അധികം 5 അപ്പം ഇവിടെ മൈനസ് ഇട്ടോ ചെയ്യാം ഒരു മിനിറ്റ് അപ്പം 5 minus 2/7 plus 2/3 ആണെന്ന് വിചാരിക്കുക ഇങ്ങനെ വരുമ്പോൾ 7-ന്റെ 3-ന്റെ LCM അല്ലെങ്കിൽ കോമൺ ഡിനോമിനേറ്റർ 21 ആണ് 7 3 എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് LCM ആണ് 21 അപ്പൊ 21 ഇവിടെ എഴുതിയാൽ ഈ 5 എണ്ണസംഖ്യ 21-നെ 5 കൊണ്ട് ഗുണിക്കും 21 5 105 ആണ് മൈനസ് 21-ന് 7 കൊണ്ടിരിക്കുക 3 3 × 3 9 അധികം പ്ലസ് ചിഹ്നം പ്ലസ് ഇടുന്നു 21-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 7 7 14 ശ്രദ്ധിക്കുക എല്ലാവരും ഇങ്ങനെ വരുമ്പോൾ 105 14 കൂടെ കൂട്ടുക 119 കുറയ്ക്കണം 9 /21 ശ്രദ്ധിക്കുക 119 9 പോയാൽ 110/21 അവിടെ നമുക്ക് കോമൺ ഫാക്ടർ ഒന്നുമില്ല 110/21 ആണ് അതിനെ വേണമെങ്കിൽ 21 5 105 ശിഷ്ടം 5 5ഉം 21-ൽ 5 എന്ന് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം 5 5 2 10 105 5 110 5ഉം 21-ൽ 5 5/21 ഇങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം യഥാർത്ഥത്തിൽ ഇവിടെ ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഭിന്നസംഖ്യ ഉൾപ്പെടുന്ന ക്രിയകളിൽ എല്ലാ പോയിന്റും പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ ചില മിക്സഡ് ക്വസ്റ്റ്യൻസ് പറയാണ് ഏറ്റവും ടഫായ പ്രോബ്ലം പറയുന്നു നമ്മൾ എക്സാമ്പിൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ പാഠഭാഗത്ത് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഭിന്നസംഖ്യയുടെ റൂൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി അഡീഷണൽ ക്വസ്റ്റ്യൻസ് 2-3 പറയുന്നു കൂടുതൽ ചോദ്യങ്ങൾ എന്നാണ് ഇതിന്റെ മീനിങ് അപ്പൊ ശ്രദ്ധിക്കുക എക്സാമ്പിൾ ഉദാഹരണത്തിന് 2 1/3 പ്ലസ് 3 1/2 ഇതെങ്ങനെയാണ് രണ്ട് മിക്സർ ഫ്രാക്ഷൻ ആഡ് ചെയ്യുക ശ്രദ്ധിക്കുക
ഈ മിക്സർ ഫ്രാക്ഷൻ ആഡ് in order to add two or more mixed fraction, you are convert the mixed fraction into improper fraction and we can add using the rule. അപ്പോൾ രണ്ട് മിശ്ര ഭിന്നങ്ങൾ ആഡ് ചെയ്യാനായാലും എന്ത് ചെയ്യാനായാലും അതിനെ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് കാൽക്കുലേറ്റ് നമ്മൾ സാധാരണ നിയമം ഉപയോഗിക്കുക. അപ്പം 3 2 6 1 7 7/3 അധികം 3 2 6 1 7 7/2. ഇവിടെ 3 ഉം 2 നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് രണ്ട് നിയമം ഉപയോഗിക്കാം. 3 2 6-ൽ കോൺഫാക്ടറിയിൽ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്ത് ചെയ്താൽ മതി, കോൺഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ എൽസിയം കണ്ടാൽ മതി. 3 2 6-ൽ 7 2 14 അധികം 7 21 21 25 35/6 35/6 എന്ന് പറഞ്ഞാൽ 6 30 5 35 5ഉം 6-ൽ 5, അല്ലെങ്കിൽ 2 3 5 3-ൽ 1 2-ൽ 1 കൂടെ 6-ൽ 5 കിട്ടും, 5 6-ൽ 5 മണിക്കണക്കാട്ട് എഴുതുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു പറയാം. 3 2-ൽ 1-ൽ നിന്ന് 2 3-ൽ 1 എങ്ങനെ മൈനസ് 7 3 6 1 7 7/2 മൈനസ് 3 2 6 1 7 7/3. ഇതുപോലെ തന്നെ 23 6-ൽ 7 × 3 21 മൈനസ് 7 14. അപ്പൊ 21 14 പോയാൽ 14 7 21 7/6, അതിന് 1/6 ആൻസർ. ശ്രദ്ധിക്കുക, 23 6-ൽ 7 3 21 കുറയ്ക്കണം, 27 14 21 14/7 7/6, അതിന് മിക്സ് ഫ്രാക്ഷൻ ആക്കി 1/6. അപ്പൊ 2 കൂട്ടുന്നു കുറയ്ക്കുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ഇനി 2 മിക്സർ ഫ്രാക്ഷൻ എങ്ങനെ ഇൻഡു ചെയ്യാം. ഉദാഹരണത്തിന് 3 2-ൽ 1 ഇൻഡു 2 3-ൽ 1 ആണെന്ന് വിചാരിക്കുക. ഇവിടെ 23 6 1 7 7/2 ഇൻഡു 3 2 6 1 7 7/3. നമുക്കറിയാം മിക്സർ ഫ്രാക്ഷനായാലും ഏത് ഫ്രാക്ഷനായാലും ഇംപ്രോപ്പർ ഫ്രാക്ഷനായാലും എങ്ങനെയായാലും ഇൻഡു ചെയ്യാൻ ന്യൂമറേറ്റർ ഇൻഡു ചെയ്യുന്നു, ഡിനോമിനേറ്റർ ഇൻഡു ചെയ്യുന്നു, അംശം ഗുണിച്ച് അംശമായി ഛേദം ഗുണിച്ച് ഛേദമായി എഴുതുന്നു. 23 6-ൽ 7 49 എന്നാണ് 48 1 49 8 1/6 8 6-ൽ 1 ഉത്തരം. അടുത്ത നാലാമത്തെ ചോദ്യം 3 1/2 ഡിവൈഡഡ് ബൈ 2 1/3. 23 6 1 7 7/2 ഡിവൈഡഡ് ബൈ 7/3. നമുക്കറിയാം ഭിന്നസംഖ്യ ഗുണിക്കാൻ ഒരു ഭിന്നസംഖ്യ ഹരിക്കാൻ അതിന്റെ വിൽക്രമം കൊണ്ട് ഇൻഡു ചെയ്യുക. 7/2-നെ 7/3-ന്റെ വിൽക്രമം തിരിച്ചിടുക, റെസിപ്രോക്കൽ 3/7. ഇനി ഇവിടെ 7 × 3 21 7 14 14 7 21 1 14-ൽ 7 1 7/14. അപ്പം 1 14-ൽ 7. അപ്പം ഭിന്നസംഖ്യ മിക്സർ ഫ്രാക്ഷന്റെ ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത നിങ്ങൾ അവിടെ 2 ഹോംവർക്ക് എഴുതുക. ഒന്നാമത്തെ പ്രോബ്ലം 3 3/1 2 1/2 3 1/3 + 2 1/2. രണ്ടാമത്തെ ഉദാഹരണം 3 3-ൽ 1 മൈനസ് 2 2-ൽ 1. മൂന്നാമത്തെ ഉത്തരം 3 3-ൽ 1 ഇൻറ്റു 2 2-ൽ 1. നാലാമത്തെ ക്വസ്റ്റ്യൻ 3 3-ൽ 1 ഡിവൈഡഡ് ബൈ 2 1/2. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ നമുക്ക് 4 പ്രോബ്ലം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഭിന്നസംഖ്യ മിക്കവാറും ഓപ്പറേഷൻസ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഭിന്നസംഖ്യയുടെ സ്ക്വയർ കാണേണ്ട കേസുണ്ട്. ഉദാഹരണത്തിന് ഒരു പോയിന്റ് കൂടെ പറഞ്ഞു തരാം. ഭിന്നസംഖ്യയുടെ സ്ക്വയർ കാണേണ്ട കേസുണ്ട്. നമുക്ക് ഒറ്റ പോയിന്റ് സ്ക്വയർ ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറയുന്നത്. അപ്പോൾ വേറൊരു പ്രോബ്ലം 1 2 3 4 ഒരു വരയൊക്കെ ഇടുക. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 1/2-ന്റെ സ്ക്വയർ 1/4 ആണ്. 1/3-യുടെ സ്ക്വയർ 1/9 ആണ്. ഇനി 2 1/2-ന്റെ സ്ക്വയർ 4 1 5 5/2. ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് സ്ക്വയർ കാണുക. അപ്പം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആകുമ്പം 5-ന്റെ വർഗം 25 2-ന്റെ വർഗം 4. അതിനെ ഡിവൈഡ് ചെയ്യുമ്പം 6 1/4 6 4 2-യുടെ വർഗം 6.25 എന്ന് മനസ്സിലാക്കുക. ഇനി 1 1 1/2 അപ്പം 2 3 3/2 സ്ക്വയർ ആണ്.
അപ്പം 9/4 3ന്റെ വർഗം 9 ആണ്, 2ന്റെ വർഗം 4 ആണ്. അപ്പം 24 8 1 9 2 4 1. ഇങ്ങനെയാണ് ഭിന്നസംഖ്യയുടെ വർഗം കാണുക. ഇവിടെ നെഗറ്റീവ് ഒക്കെ വന്നാൽ നെഗറ്റീവിന്റെ വർഗം പോസിറ്റീവ് വരും. സ്ക്വയറും സ്ക്വയർ റൂട്ടും വേറെ ചാപ്റ്ററിൽ ഞാൻ പറയും. ഇപ്പം ഞാൻ ജസ്റ്റ് ഭിന്നസംഖ്യയുടെ ഒരു ഓപ്പറേഷൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യം നമ്മളിപ്പോൾ ഭിന്നസംഖ്യയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ കൊണ്ട് കഴിഞ്ഞാൽ പാഠഭാഗമാണ് തുടങ്ങുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഭിന്നസംഖ്യയിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഭിന്നസംഖ്യ ആഡ് ചെയ്യാൻ വേണ്ടി സൂത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ LCM കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ LCM കണ്ടിട്ട് നിങ്ങൾക്ക് ഭിന്നസംഖ്യ ആഡ് ചെയ്യാം. അപ്പോൾ ഭിന്നസംഖ്യ എങ്ങനെ എണ്ണസംഖ്യ കൊണ്ട് ഗുണിക്കാം, എണ്ണസംഖ്യ ഭിന്നസംഖ്യയുടെ എല്ലാ നിയമവും ഞാൻ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. മിക്സർ ഭാഷയുടെ അടക്കം ഓപ്പറേഷൻ പറഞ്ഞു. ഇനി ഭിന്നസംഖ്യ ദശാംശമാക്കി മാറ്റാനുള്ള ചില പോയിന്റ്സ് കൊണ്ട് പാഠഭാഗത്ത് പറയും. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് സംഖ്യ ഉൾപ്പെടുന്ന ക്രിയകളെ കുറിച്ചാണ്. നെഗറ്റീവ് സംഖ്യ ഉൾപ്പെടുന്ന ക്രിയകൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പല ക്ലാസ്സിലും ഒരു ചാപ്റ്ററിൽ തന്നെ പോയിന്റ്സ് ഉണ്ട്. നെഗറ്റീവ് സംഖ്യകൾ എങ്ങനെ കൂട്ടാൻ, കുറയ്ക്കാൻ, ഗുണിക്കാൻ, ഹരിക്കാം. അതുപോലെ തന്നെ ഒത്തിരി കോമ്പിനേഷൻ, നെഗറ്റീവിൻ്റെ സ്ക്വയർ, ക്യൂബ് എന്നിവ കാണിക്കുന്ന വിധം. അതോടൊപ്പം തന്നെ നെഗറ്റീവ് സംഖ്യയിൽ ഒരുപാട് സ്റ്റെപ്പ്, പോളിനോമിയൽ കണക്കിലൊക്കെ നെഗറ്റീവ് സംഖ്യയുടെ തന്നെ ഒരു 5-6 സ്റ്റെപ്പ് ഉണ്ട്. അതൊന്നും നിങ്ങളുടെ ചാപ്റ്ററിൽ പുതിയ പോയിന്റ് അല്ല, ഇതെല്ലാം ബേസിക് പോയിന്റ് ആണ്. അതും കൂടി കഴിഞ്ഞാൽ ഒരു ക്ലാസ് അല്ലെങ്കിൽ മാക്സിമം 2 ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്ലാസ്സുകാർക്കും പാഠഭാഗം തുടങ്ങേണ്ട കേസായി. ബേസിക് പോയിന്റ് മുഴുവൻ പഠിപ്പിച്ച് കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ സർവസമവാക്യങ്ങളുടെ എക്സ്പാൻഷൻ ഉണ്ട്, ഫാക്ടറൈസേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ സൊല്യൂഷൻ, സമവാക്യം സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ വില കണ്ടുപിടിക്കുന്ന ഒത്തിരി സ്റ്റെപ്സ് എല്ലാ ചാപ്റ്ററിലും ഉണ്ട്. അപ്പോൾ അതടക്കം മുഴുവൻ കാര്യങ്ങളും അടുത്ത നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾ നിർബന്ധമായും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, നോട്ട് പ്രിപ്പയർ ചെയ്യുക, ഹോംവർക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കൂടി നിങ്ങൾക്ക് ചെയ്യുന്ന ഹോംവർക്ക് നിങ്ങൾക്ക് ഞാൻ നോക്കുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഇല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ബുക്ക് എഴുതി ഹോംവർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ നേരിൽ കാണുന്ന ദിവസങ്ങളിൽ ഞാൻ ഹോംവർക്ക് ചെക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതുവരെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.